കനത്ത ചൂടിനെ അവഗണിച്ച മധ്യ കേരളത്തിൽ ഇടത് സ്ഥാനാർത്ഥികൾ പ്രചാരണത്തിൽ മുന്നേറുന്ന കാഴ്ച ഇന്ന് കാണുന്നു. എല്ലാ പ്രദേശങ്ങളിലും വൻ വരവേൽപ്പാണ് സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുന്നത്. വോട്ടർമാരെ പരമാവധി പേരെയും നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികളെല്ലാം. റിപ്പോർട്ട് കാണാം. ഇടതു സ്ഥാനാർത്ഥികൾ വോട്ടർമാരെ നേരിൽ കണ്ടും അവരോട് സംബന്ധിച്ചുമാണ് മൂന്നാം ഘട്ട പ്രചരണം പുരോഗമിക്കുന്നത്. മാവേലിക്കര ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് CA അരുൺകുമാർ കൊട്ടാരക്കര മണ്ഡലം കേന്ദ്രീകരിച്ചായിരുന്നു ഇന്ന് പര്യടനം നടത്തിയത്. KPMS ജനറൽ സെക്രട്ടറിയായ പുന്നല ശ്രീകുമാറിനെ നേരിൽ കണ്ട് പിന്തുണ തേടി. UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് കുട്ടനാട് നിയോജക മണ്ഡലത്തിലായിരുന്നു ഇന്നത്തെ പര്യടനം. ആലപ്പുഴയിലെ ഇടത് സ്ഥാനാർത്ഥി AM ആരിഫിന്റെ ഇന്നത്തെ പര്യടനം ചേർത്തല മണ്ഡലം കേന്ദ്രീകരിച്ചായിരുന്നു. തടത്തുവേളി കാട്ടുകട ഹരിജൻ റോഡ് നിർമ്മാണ ഉദ്ഘാടനം ആരിഫ് നിർവഹിച്ചു. UDF സ്ഥാനാർത്ഥി KC വേണുഗോപാൽ മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. പിറവം, ഏറ്റുമാനൂർ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു കോട്ടയത്തെ ഇടതു സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ ഇന്ന് പര്യടനം നടത്തിയത്. കോട്ടയം മണ്ഡലത്തിലായിരുന്നു UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്റെ ഇന്നത്തെ പര്യടനം. ഇടുക്കിയിലെ LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് അയ്യപ്പൻ കോവിൽ, വാഗമൺ മേഖലകളിൽ പര്യടനം നടത്തി. വൈകിട്ട് കുമളിയിൽ റോഡ് ഷോയും നടത്തി. UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് തൃക്കരിപ്പൂർ, മാമലക്കണ്ടം മേഖലകളിൽ പര്യടനം നടത്തി. മരട് കേന്ദ്രീകരിച്ചായിരുന്നു എറണാകുളത്തെ ഇടതു സ്ഥാനാർത്ഥി KJ ഷൈൻ ടീച്ചറുടെ ഇന്നത്തെ പര്യടനം. UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ പ്രമുഖ വ്യക്തികളെ സന്ദർശിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്ത തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലും ഹൈബി ഈഡൻ പങ്കെടുത്തു. ചാലക്കുടിയിലെ ഇടതു സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥ് ചാലക്കുടി നഗരസഭയിലെ വിവിധ ഭാഗങ്ങളിൽ വോട്ടർമാരെ കണ്ട് വോട്ടഭ്യർത്ഥിച്ചു. UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി. തൃശൂരിലെ ഇടതു സ്ഥാനാർത്ഥി VS സുനിൽകുമാർ ഇരിങ്ങാലക്കുടയിലെ വിവിധ പ്രദേശങ്ങളിലെത്തി വോട്ടർമാരെ കണ്ടു. UDF സ്ഥാനാർത്ഥി K മുരളീധരന്റെ പര്യടനം തൃശൂർ നഗരം കേന്ദ്രീകരിച്ചായിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം കൈരളി ന്യൂസ്, കൊച്ചി.